മഴത്തുള്ളികളിൽ എഴുതിയ പ്രണയം. കണ്ണൂരിലെ ഒരു ചെറിയ പത്ര ഓഫീസിൽ ജേർണലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു കാർത്തിക്. കഥകൾ എഴുതുക എന്നതായിരുന്നു അവന്റെ ജീവിതം. ആളുകളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വാർത്തകളായി എഴുതുമ്പോഴും സ്വന്തം ജീവിതത്തിൽ പറയാനൊരു കഥ പോലുമില്ലെന്ന തോന്നൽ അവനെ പലപ്പോഴും അലട്ടുമായിരുന്നു. ഓരോ രാത്രിയും ജോലി കഴിഞ്ഞ് കടൽക്കരയിൽ പോകുക അവന്റെ പതിവായിരുന്നു. തിരമാലകളുടെ ശബ്ദം കേട്ട് ഒറ്റയ്ക്കിരിക്കുക മാത്രമാണ് അവന് മനസ്സിന് സമാധാനം നൽകിയിരുന്നത്. ഒരു ദിവസം ശക്തമായ മഴ പെയ്യുകയായിരുന്നു. കടൽക്കരയിലേക്ക് ആളുകൾ കുറവായിരുന്നു. പക്ഷെ അവിടെ മഴയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാർത്തിക് ശ്രദ്ധിച്ചു. വെള്ള നിറത്തിലുള്ള കുട കൈയിൽ, കാറ്റിൽ പറക്കുന്ന മുടി. കടലിനെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ എന്തോ വിഷാദം. കാർത്തിക് പതിയെ അടുത്തേക്ക് നടന്നു. മഴയിൽ ഇങ്ങനെ നിൽക്കുന്നത് അപകടമാണ്, അവൻ പറഞ്ഞു. പെൺകുട്ടി ചെറുതായി ചിരിച്ചു. ചിലപ്പോൾ മഴയാണ് മനസ്സിനെ രക്ഷിക്കുന്നത്. ആ മറുപടി കേട്ട് കാർത്തിക് അവളെ അത്ഭുതത്തോടെ നോക്കി. ഞാൻ കാർത്തിക്. സന. ആ ഒരു പരിചയം അവന്റെ ജീവിതം മുഴുവൻ മാറ്റുമെന്ന് അവൻ അന്നറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസങ്ങളിലും അവരതേ കടൽക്കരയിൽ കണ്ടുമുട്ടാൻ തുടങ്ങി. സനയ്ക്ക് മഴയും കടലും വളരെ ഇഷ്ടമായിരുന്നു. കടലിനും മനുഷ്യരെപ്പോലെ ഓർമ്മകളുണ്ടെന്നു തോന്നുന്നില്ലേ, അവൾ ചോദിക്കും. എങ്ങനെ? ചില തിരമാലകൾ കരയിലേക്ക് വീണ്ടും വീണ്ടും വരും, ചില ആളുകളെപ്പോലെ. കാർത്തിക് അവളുടെ വാക്കുകൾ കേട്ട് ചിരിക്കും. പതിയെ അവർ തമ്മിൽ അടുത്തു. മഴയുള്ള സന്ധ്യകളിൽ അവർ കടൽക്കരയിലൂടെ നടക്കും. ചായക്കടയിൽ ഇരുന്ന് ചൂടൻ ചായ കുടിക്കും. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മണിക്കൂറുകളോളം സംസാരിക്കും. കാർത്തിക് ആദ്യമായി ഒരാളോട് തന്റെ മനസ്സ് തുറക്കാൻ തുടങ്ങി. ഞാൻ ചെറുപ്പം മുതൽ ഒറ്റയ്ക്കാണ് ജീവിച്ചത്, അവൻ ഒരു ദിവസം പറഞ്ഞു. സന ശാന്തമായി അവനെ നോക്കി. ഒറ്റപ്പെടൽ ചിലപ്പോൾ നമ്മളെ ശക്തരാക്കും. ഓർമ്മകളുടെ റെയിൽവേ സ്റ്റേഷൻ. കാസർഗോഡിലെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു വിനയ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വരും പോകും. ചിലർ സന്തോഷത്തോടെ യാത്ര തുടങ്ങും, ചിലർ കണ്ണീരോടെ യാത്ര അവസാനിപ്പിക്കും. വിനയ് പലപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഓരോ ട്രെയിനിനും ഒരു കഥയുണ്ട്. പക്ഷെ അവന്റെ സ്വന്തം ജീവിതം മാത്രം ശാന്തവും നിറമില്ലാത്തതുമായിരുന്നു. രാവിലെ ജോലി, വൈകുന്നേരം വീട്ടിലേക്കു മടങ്ങൽ, രാത്രിയിൽ പഴയ പാട്ടുകൾ കേൾക്കൽ, അത്രമാത്രം. ഒരു മഴയുള്ള സന്ധ്യയിൽ സ്റ്റേഷനിൽ വലിയ തിരക്കായിരുന്നു. ട്രെയിൻ വൈകിയതിനാൽ യാത്രക്കാരെല്ലാം അസ്വസ്ഥരായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ അവളെ ആദ്യമായി കണ്ടത്. ജനലരികിലെ ബെഞ്ചിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഒരു പെൺകുട്ടി. മഴത്തുള്ളികൾ കാറ്റിൽ പറന്ന് അവളുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്കതൊന്നും ശ്രദ്ധയില്ല. കയ്യിലൊരു പഴയ നോവൽ, മുഖത്തൊരു ചെറിയ പുഞ്ചിരി. വിനയ് അറിയാതെ അവളെ നോക്കി നിന്നു. അപ്പോൾ പെട്ടെന്ന് കാറ്റിൽ അവളുടെ പുസ്തകത്തിനുള്ളിലെ കുറേ പേപ്പറുകൾ പറന്ന് താഴെ വീണു. വിനയ് ഓടിച്ചെന്നവയെടുത്തു. അവയിൽ ചെറിയ കവിതകൾ എഴുതിയിരുന്നു. ഇത് നിങ്ങളുടേതാണോ? അവൻ ചോദിച്ചു. പെൺകുട്ടി ചിരിച്ചു. അതെ, നന്ദി. നല്ല കവിതകളാണ്. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. നിങ്ങൾ വായിച്ചോ? കുറച്ച്. അവൾ ചെറുതായി ചിരിച്ചു. ഞാൻ നന്ദന. വിനയ്. ആ ഒരു പരിചയം അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങി. അടുത്ത ദിവസങ്ങളിലും നന്ദന സ്റ്റേഷനിൽ വരാൻ തുടങ്ങി. അവൾ അടുത്തുള്ള കോളേജിൽ ലെക്ചററായി ജോലിക്ക് ചേർന്നതായിരുന്നു. ഓരോ വൈകുന്നേരവും ക്ലാസ് കഴിഞ്ഞ് ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ അവർ സംസാരിക്കും. കവിതകളെക്കുറിച്ച്, മഴയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്. സ്റ്റേഷനുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്, നന്ദന ഒരു ദിവസം പറഞ്ഞു. എന്തുകൊണ്ട്? വിനയ് ചോദിച്ചു. ഇവിടെ ആളുകൾ വരുകയും പോകുകയും ചെയ്യുന്നു, പക്ഷെ ചില ഓർമ്മകൾ മാത്രം ഇവിടെ തന്നെ നിലനിൽക്കും. ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞു.
ദിവസങ്ങൾ കടന്നുപോയി. മഴയുള്ള വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ച് ചായ കുടിക്കും. ഒഴിഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ നടക്കും. ട്രെയിനുകളുടെ ശബ്ദത്തിനിടയിൽ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. വിനയ് ആദ്യമായി ഒരാളോട് ഇത്ര അടുത്തതായി തോന്നി. ഒരു ദിവസം നന്ദന അവനോട് ചോദിച്ചു, "നീ ഒരിക്കലും